കൗശലം. കാട്ടിൽ ഭക്ഷണം തേടി നടക്കുകയായിരുന്ന കുറുക്കൻ തടിച്ചു കൊഴുത്ത ഒരു മാനിനെ കണ്ടു. വിശന്നിരുന്ന കുറുക്കന്റെ നാവിൽ വെള്ളമൂറി. പക്ഷേ എന്തു ചെയ്യാം, അവൻ ആ മാനിനെ ഒറ്റയ്ക്ക് ഒന്നിച്ചു പിടിക്കാനുള്ള ശേഷിയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൻ മാനിനെ പിടികൂടാൻ ആരുടെയെങ്കിലും സഹായം തേടാൻ തീരുമാനിച്ചു. അപ്പോഴാണ് അതുവഴി ഒരു എലി വന്നത്. കുറുക്കൻ എലിയെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, ആ മാനിനെ കണ്ടു, അതിനെ പിടികൂടാൻ സഹായിച്ചാൽ നമുക്ക് കുറച്ചു ദിവസം കുശാലായി ജീവിക്കാം. എനിക്ക് സന്തോഷമായി, സമ്മതം. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയൂ. കുറുക്കനും എലിയും മാനിനെ പിടികൂടാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യാൻ തുടങ്ങി. പക്ഷേ ആ മാനിനെ കീഴടക്കാൻ രണ്ടുപേർ മതിയാവില്ല എന്ന് താമസിയാതെ കുറുക്കനും എലിക്കും ബോധ്യമായി. ഇനി എന്തു ചെയ്യുമെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഒരു എലിയും കീരിയും ചെന്നായയും കടുവയും അതുവഴി വന്നത്. കുറുക്കൻ അവരെയും കൂട്ടത്തിൽ കൂട്ടി. കുറുക്കൻ മാനിനെ പിടികൂടാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തു. അതുപ്രകാരം എലി പതുക്കെ ചെന്ന് മാനിന്റെ കാലിൽ കടിച്ചു മുറിവുണ്ടാക്കി. അതോടുകൂടി മാനിന് വേദന കൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായി. മാൻ മുടന്തി നീങ്ങിയപ്പോൾ കുറുക്കനും കീരിയും ചെന്നായയും അതിനെ തടഞ്ഞു. ഈ സമയം കടുവ മാനിന്റെ പുറത്ത് ചാടി വീണ് അതിനെ കടിച്ചു കൊന്നു. എല്ലാവർക്കും സന്തോഷമായി. അവർ ആ ചത്ത മാനിന്റെ ചുറ്റും കൊതിയോടെ നിന്നു. അപ്പോൾ കുറുക്കൻ പറഞ്ഞു, സുഹൃത്തുക്കളെ, ഇന്ന് വളരെ വിശേഷപ്പെട്ട കാർത്തികപൂർണമായ ദിവസമാണ്. ഇന്ന് കുളിക്കാതെ ഭക്ഷണം കഴിക്കുന്നത് നല്ലതല്ല. അതുകൊണ്ട് നിങ്ങൾ പോയി കുളിച്ചിട്ട് വരും. ഈ മാനിനെ ഞാൻ സൂക്ഷിച്ചു കൊള്ളാം. എല്ലാവരും കുറുക്കന്റെ വാക്ക് വിശ്വസിച്ചു. അവർ പുഴയിൽ കുളിക്കാൻ പോയി. ആദ്യം കുളിച്ചു വന്നത് കടുവയാണ്. കടുവ കണ്ടത് മാനിന്റെ അരികെ ദുഃഖത്തോടെ ഇരിക്കുന്ന കുറുക്കനെയാണ്. എന്തു പറ്റി കുറുക്കച്ച, മുഖം വാടിയിരിക്കുന്നല്ലോ? കടുവ ചോദിച്ചു. അപ്പോൾ കുറുക്കൻ പറഞ്ഞു, നമുക്കെല്ലാം നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടായി. ആ എലി പറയുകയാണ്, അവന്റെ കാലിൽ കടിച്ചത് കൊണ്ടാണല്ലോ നമുക്ക് ഈ മാനിനെ പിടിക്കാൻ കഴിഞ്ഞു എന്നത്. സത്യത്തിൽ അവനാണ് മാനിനെ പിടിച്ചതെന്ന് പറഞ്ഞ് തെളിവൊരുക്കി. ശരി, അത് വളരെ മോശമായി പോയല്ലോ. ഒരു പീക്കിരി എലിയുടെ സഹായത്തോടെ പിടിച്ച ഒരു ഇരയെ തിന്നുകയിലും നാണക്കേട് തന്നെയാണ്. ഇത് അതിലും നല്ലത് പട്ടിണി കിടന്ന് മരിക്കുന്നത് തന്നെയാണ് എന്ന് പറഞ്ഞ് കടുവ തന്റെ വാസസ്ഥലത്തേക്ക് പുറപ്പെട്ടു. അരിശത്തോടെ പിറുപുറത്തുകൊണ്ട് കടുവ സ്ഥലം വിട്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ എലി വന്നു. അപ്പോഴും കുറുക്കൻ ചത്ത മാനിന്റെ അരികിൽ ദുഃഖഭാവത്തിൽ എത്തിക്കുകയായിരുന്നു. എന്റെ ചങ്ങാതി, ആ കീരി പറയുകയാണ്, ഈ മാനിറച്ചിയിൽ വിഷം കലർന്നിട്ടുണ്ടെന്ന്. നീ പറഞ്ഞു, നിനക്കിനി ഈ മാനിന്റെ ഇറച്ചി വേണമോ? നീ അത് തന്നെ ചാവുന്നത് കാണാൻ അവന് വല്ലാത്ത കൊതിയുണ്ടത്രേ. അത് കേട്ടതും എലി ഭയന്ന് മാളത്തിൽ കയറി ഒളിച്ചു. ചെന്നായ വന്നപ്പോഴും കുറുക്കൻ അതേ ഇരിപ്പ് തന്നെ ആയിരുന്നു. ചെന്നായ കാരണം തിരക്കി. കടുവ അയാളുടെ ഭാര്യയെയും മക്കളെയും കൂട്ടിക്കൊണ്ടുവരാൻ പോയിരിക്കുകയാണ്. ഈ ചെന്നായയുടെ ഹൃദയം തിന്നാൻ നല്ല രുചിയാണത്രേ. കടുവ തിരിച്ചു പറയുന്നതിന് മുമ്പ് രക്ഷപ്പെടുന്നതാണ് നല്ലത്, കുറുക്കൻ പറഞ്ഞു. ചെന്നായ പിന്നെ അവിടെ നിന്നില്ല. തിരിഞ്ഞു നോക്കാതെ ജീവനും കൊണ്ട് ഓടി. ഒടുവിൽ കീരിയും കുളി കഴിഞ്ഞ് എത്തി. കൊതിയോടെ അവൻ മാനിനെ സമീപിച്ചപ്പോൾ കുറുക്കൻ പറഞ്ഞു, ഞാനും എലിയും തമ്മിൽ ചെറിയൊരു മല്ലയുദ്ധമുണ്ടായി. ഞാൻ അവനെ തൂക്കിയെടുത്ത് വലിച്ചെറിഞ്ഞു. അവൻ തലകുത്തനെ ചത്തു വീണുപോയി. ചെന്നായയെ ഞാൻ വാലിൽ പിടിച്ച് ചുഴറ്റി പാറയിൽ ഒരൊറ്റ അടി കൊടുത്തു. പുലി മൽപിടുത്തത്തിൽ തോറ്റ് തൊപ്പിയിട്ട് ജീവനം കൊണ്ട് ഓടി. ഇനി നിന്റെ ഊഴമാണ്, വാ, വേഗം വാ. കുറുക്കൻ മൽപിടുത്തത്തിന് തയ്യാറെടുപ്പോടെ നിന്നു. കീരി ഭയം കൊണ്ട് വിറച്ചു. അവന് ഒരു വാക്കുപോലും പറയാൻ കഴിഞ്ഞില്ല. അവൻ പൊന്തക്കാട്ടൻ ഓടിക്കയറി ഒളിച്ചു. തന്റെ കൗശലം വിജയിച്ച സന്തോഷത്തോടെ കുറുക്കൻ ആ മാനിന്റെ ഇറച്ചി ആസ്വദിച്ച് വേണ്ടോളം തിന്നു. കൂട്ടുകാരെ, ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യേണ്ടതാണ്. താങ്ക് യു.